+1 കോമേഴ്സ് ഫാമിലി. അപ്പോൾ നമ്മുടെ +1 മോഡൽ എക്സാമിന്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം കുറച്ച് കടുകെട്ടിയായിട്ടാണ് നമ്മുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലേ. ഒരു ദിവസം നമുക്ക് 2 എക്സാംസും കാര്യങ്ങളൊക്കെയാണ്. എന്ത് ചെയ്യും മിസ് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ. ഒന്നും കൊണ്ടും പേടിക്കണം, നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ആക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ആലോചിക്കും ഏത് സബ്ജക്റ്റ് തുടങ്ങും, ഏത് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങും, ഇനി തുടങ്ങിയാൽ തന്നെ ഈ ഇത്രയും വലിയ ചാപ്റ്റേഴ്സൊക്കെ എങ്ങനെ പെട്ടെന്ന് പഠിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നമ്മുടെ ട്രിപ്പിൾ-I നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ ട്രിപ്പിൾ-Iയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്താ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് വെച്ച് അങ്ങ് തുടങ്ങുകയാണ്. നമ്മുടെ എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ വെച്ച് നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ചാപ്റ്റർ വെച്ച് നമ്മൾ ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിക്ക് എപ്പോഴാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത്? 1947 നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് അല്ലേ. August 15, 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. ഏകദേശം 200 വർഷക്കാലം നമ്മൾ ആരുടെ അധീനതയിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു അല്ലേ. ബ്രിട്ടീഷുകാരായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് വലിയ നേട്ടങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ് എല്ലാ നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യനെ കൊണ്ട് അവർക്ക് വെറും 2 ആവശ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അവർ മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് ബ്രിട്ടീഷ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും. ബ്രിട്ടീഷ് ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തത്. നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചിന്തിക്കാൻ പോലും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവർ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യനെ കൊണ്ട് ഇവർക്ക് മെയിനായിട്ട് 2 ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ വെറും ഒരു സപ്ലൈയിങ് യൂണിറ്റ് ആയിട്ടാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സപ്ലൈയിങ് യൂണിറ്റ് ആയിട്ട് മാത്രമായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത്. അതായിരുന്നു അവരുടെ മെയിൻ ലക്ഷ്യം. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സപ്ലൈയിങ് യൂണിറ്റ് ആക്കുക. എന്തിൻ്റെ? റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലൈയിങ് യൂണിറ്റ് ആക്കി മാറ്റുക. ആരെ? നമ്മുടെ ഇന്ത്യനെ. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ അവിടെ ബ്രിട്ടനിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടാവുമല്ലോ. ആ ഇൻഡസ്ട്രീസിലൊക്കെ കൊണ്ടുപോയി ഈ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ ഫൈനൽ പ്രൊഡക്ട്സ് ആക്കും. ഫൈനൽ പ്രൊഡക്ട്സ് ആക്കാനുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലൈയിങ് യൂണിറ്റ് ആക്കുക. അത് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ റോ മെറ്റീരിയൽസ് കൊണ്ടുപോയില്ലേ, ഇത് അവരെന്താക്കും? ഫൈനൽ പ്രൊഡക്ട്സ് ആക്കും അല്ലേ, ഫൈനൽ ഗുഡ്സ് ആക്കും. ഈ ഫൈനൽ പ്രൊഡക്ട്സ് എവിടെ കൊണ്ട് വിൽക്കും? നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. ഇതായിരുന്നു ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് റോ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് പോകും. നമ്മളത് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലൈയിങ് യൂണിറ്റ് ആണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. എന്നിട്ട് ആ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ആ ഫൈനൽ ഗുഡ്സ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിൽ കൊണ്ട് വയ്ക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. നോക്കിയേ, ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ എന്തൊക്കെയായിരുന്നു? നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷുകാരെ കൊണ്ടുവരുന്ന എല്ലാ റൂൾസും എല്ലാ റെഗുലേഷൻസും പോളിസീസും പ്രൊമോഷനും പ്രൊട്ടക്ഷനും ഒക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബ്രിട്ടീഷ് ഇക്കണോമിക് ഇൻട്രസ്റ്റ്, ബ്രിട്ടീഷ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നോ? അല്ല. സോ ഇന്ത്യ ബിക്കെയിം സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ്. നമ്മുടെ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് സപ്ലൈയിങ് യൂണിറ്റ് ആയിട്ട് മാറി. അതുപോലെ കൺസ്യൂമർ ഓഫ് ബ്രിട്ടീഷ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. അവർ നമ്മുടെ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരുണ്ടാക്കുന്ന ഫൈനൽ പ്രൊഡക്ട്സ് തിരിച്ചെവിടെ കൊണ്ട് വയ്ക്കും? നമ്മുടെ ഇന്ത്യയിൽ കൊണ്ട് വയ്ക്കും. നമ്മളായിരുന്നു അതിൻ്റെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഇൻകമോ പെർ ക്യാപിറ്റ ഇൻകമോ എക്കണോമിക് ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ബ്രിട്ടീഷുകാർ നോക്കുന്നില്ല. അവർ ചെയ്യുന്നത് അവരുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുക എന്താ ചെയ്തത്? നമ്മുടെ ദാദാഭായ് നവറോജിയും വില്യം ഡിഗ്ബൈയും ഫിൻലെ ഷിറാസും R.C. ദേശായിയും അതുപോലെ നമ്മുടെ V.K.R.V. റാവോ ഇവരെന്താ ചെയ്തത്? ഇവർ നമ്മുടെ നാഷണൽ ഇൻകവും അതുപോലെ പെർ ക്യാപിറ്റ ഇൻകവും ഒക്കെ അങ്ങ് മെഷർ ചെയ്തു. അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ V.K.R.V. റാവോടെയാണ്. ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ V.K.R.V. റാവോ ചേട്ടൻ്റെയാണ്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും പേര് വരും. എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മഹാത്മാഗാന്ധി എന്ന് തരും, അല്ലെങ്കിൽ ചിലപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് തരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന് തരും. അതിൽ നിന്ന് ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം ആരായിരിക്കും ഓഡ് വൺ ഔട്ട്. ഒന്നെങ്കിൽ മഹാത്മാഗാന്ധി ആയിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിയാണ്, സർദാർ വല്ലഭായ് പട്ടേലാണെന്നായിരുന്നെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ജസ്റ്റിഫൈ യുവർ ആൻസേഴ്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ട? അതേഴ്സ് ഐഡൻറ്റിഫൈഡ് per capita income and national income during the pre-independent India എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 1 മാർക്ക് അവിടെ സെറ്റായി. നോക്കിയേ, കൊളോണിയൽ ഗവൺമെൻറ് നെവർ മെയ്ഡ് എനി സിൻസിയർ അറ്റംപ്റ്റ്സ് ടു എസ്റ്റിമേറ്റ് ഇന്ത്യാസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബായ്, ഫിൻലെ ഷിറാസ്, V.K.R.V. റാവോ, R.C. ദേശായി മെഷേർഡ് ഇന്ത്യാസ് നാഷണൽ ഇൻകം ആൻഡ് PCI. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് സ്റ്റഡി ആരുടെയായിരുന്നു? നമ്മുടെ V.K.R.V.
റാവോൻ്റെ ആയിരുന്നു. ഓക്കെ, അത്രയും കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ റെഡിയായി. അപ്പോൾ നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ, ഇതായിരുന്നു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിലെ ഓരോ സെക്ടേഴ്സിനും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ഒരു കാർഷിക രാജ്യം അല്ലേ, ഒരു അഗ്രേറിയൻ എക്കോണമിയാണ് നമ്മുടെ ഇന്ത്യയുടെ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 85% ആൾക്കാരും എന്താണ്, കൃഷിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അഗ്രേറിയൻ സൊസൈറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുമ്പോൾ തന്നെ. പക്ഷേ എന്താ, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നല്ല അടിപൊളിയായിട്ട് നല്ല കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട ഭക്ഷണം, നമുക്ക് വേണ്ട ആഹാരം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ തന്നെ അതിൻ്റെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം അത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് നമ്മൾ കഴിക്കും. ഇതായിരുന്നു സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ അങ്ങ് എന്താ, നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ആയിപ്പോയി. അങ്ങനെ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ എന്ത് സംഭവിച്ചു? സ്റ്റാഗ്നേഷൻ സംഭവിച്ചു. എന്താണ് സ്റ്റാഗ്നേഷൻ? അതായത് സ്തംഭന അവസ്ഥ. എന്താണ്, പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ വലിയ നേട്ടവും ഇല്ല, എന്നാൽ പിന്നെ വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ ഒരു സ്തംഭന അവസ്ഥയിലായിരുന്നു നമ്മുടെ ഇന്ത്യൻ എക്കോണമി ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്റ്റാഗ്നേഷൻ സംഭവിച്ചത്? ഇതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് നിങ്ങളോട് എക്സാമിന് ചോദിക്കും. 3 മാർക്സിന് അല്ലെങ്കിൽ 4 മാർക്സിന് നിങ്ങളോട് ചോദിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സിന് അല്ലെങ്കിൽ 4 മാർക്സിന് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റീസൺസ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദി അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ ഇൻ ഇന്ത്യ എന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് എന്താ, ലാൻഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയും. എന്താണ് ലാൻഡ് സെറ്റിൽമെൻറ്റ്? നമ്മൾ എന്താ നമ്മുടെ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ എന്താ സോഷ്യൽ സയൻസ് പഠിച്ചിരുന്നു. അവിടെ നമ്മൾ എന്താ ജമീന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം സംഭവങ്ങളൊക്കെ പഠിച്ചിരുന്നില്ലേ അല്ലേ? ഒരു മിഡിൽമെൻ ആണ് നമ്മുടെ ഈ ജമീന്ദാസ് എന്ന് പറഞ്ഞാൽ. ബ്രിട്ടീഷുകാരുടെ ഇടയിലും അതേപോലെ ഫാമേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു മിഡിൽമെൻ ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജമീന്ദാസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ജമീന്ദാരി സിസ്റ്റം അവിടെ നിലനിന്നിരുന്നു അല്ലേ. അതാണ് നമ്മുടെ ലാൻഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത്. ജമീന്ദാരി സിസ്റ്റം വരും, മഹൽവാരി വരും, ജാഗിർദാരി സിസ്റ്റം, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലാൻഡ് സെറ്റിൽമെൻറ്റ്സ് എന്ന് മാത്രം എഴുതുക. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ കൃഷിയുടെ അവസ്ഥ നമുക്കറിയാം. ബ്രിട്ടീഷുകാർ വന്നേ പിന്നെ ഫുൾ നമുക്ക് സ്തംഭന അവസ്ഥയാണ്, സ്റ്റാഗ്നൻ്റ് ആയിരുന്നു നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത്. അവിടെ കൃഷി ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി വല്ലതും നക്കാപ്പിച്ച വല്ലതും കിട്ടിയാലായി. അപ്പോൾ അതും കിട്ടുന്നത് എന്താ, ഈ ബ്രിട്ടീഷുകാർ വന്ന് അടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഈ മിഡിൽമെനെ വിട്ട്, നമ്മുടെ ജമീന്ദാസിനെ വിട്ട് കർഷകരെ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ ഈ ജമീന്ദാസിനെ പേടിച്ച് എന്താ കർഷകരൊക്കെ നമ്മുടെ കൃഷിയിൽ നിന്ന് പയ്യെ വിരമിക്കാൻ തുടങ്ങി. ആൻഡ് മറ്റൊന്നാണ് എന്തെന്ന് പറയുന്നത്, ഈ റവന്യൂ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് പൈസ ഉണ്ടോ, കർഷകർക്ക് വിളവ് കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഈൽഡ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കത്തില്ല. അവർ മാസം ഇത്ര തുക കൊടുത്തിരിക്കണം. അപ്പോൾ എന്താ, നമ്മുടെ ഈ ജമീന്ദാസിന് ബ്രിട്ടീഷുകാർ വെക്കും ഇന്ന സമയത്ത് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കണം. അപ്പോൾ എന്താ ചെയ്യുന്നത്, പാവം കർഷകരൊക്കെ കൂങ്ങയ്ക്കൊക്കെ പിടിച്ച് ഇനി മേടിക്കും. ഇതാണ് എന്താ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്, റവന്യൂ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, യെസ്, ലോ ലെവൽ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ടെക്നോളജി എന്ന് പറയും. എന്താ, പണ്ട് നമ്മുടെ ട്രാക്ടറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇല്ല, ബ്രിട്ടീഷുകാരൊന്നും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യത്തില്ല. പിന്നെന്താണ്, നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. നമ്മൾ ഫെർട്ടിലൈസേഴ്സോ പെസ്റ്റിസൈഡ്സോ നമ്മുടെ കീടനാശിനികളോ വളങ്ങളോ ഒന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല നമ്മുടെ അഗ്രികൾച്ചറിൽ. അതുപോലെ തന്നെ എന്താണ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ഇറിഗേഷൻ നമുക്കെന്താ, പണ്ട് മഴേനെ മാത്രം ആശ്രയിച്ചായിരുന്നു, മൺസൂണിനെ മാത്രം ആശ്രയിച്ചായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തപ്പോൾ എന്താ, കൃഷി അവിടെ ഇല്ല. ആൻഡ് അടുത്ത മെയിൻ സംഭവമാണ് എന്ത് തന്നെ, കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ഫുഡ് ക്രോപ്സ് ആയിരുന്നു കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതായത് നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അതൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് കൺസ്യൂം ചെയ്യാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എന്താ, ഈ ഫുഡ് ക്രോപ്സിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറി, ക്യാഷ് ക്രോപ്സിലേക്ക് മാറി. നമ്മൾ എന്തിനു വേണ്ടിയായി പിന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയത്, നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ടായി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതും എന്തിന് കാരണമാണ്, അഗ്രികൾച്ചർ സെക്ടർ സ്റ്റാഗ്നൻ്റ് ആവാനുള്ള മറ്റൊരു കാരണമാണ്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് എഴുതി വെക്കുക. ഏതൊക്കെയാണ് നോക്കിയേ, ലാൻഡ് സെറ്റിൽമെൻറ്റ് ഉണ്ട്, റവന്യൂ സെറ്റിൽമെൻറ്റ് ഉണ്ട്, ലോ ലെവൽ ഓഫ് ടെക്നോളജി, നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ, അപ്പോൾ 4 മാർക്സിന് നിങ്ങൾ പഠിച്ചിട്ട് ഈ ഫുൾ പോയിന്റ്സ് അങ്ങ് പഠിച്ചു വെച്ചോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റ് മറന്നു പോയാൽ നമുക്കത് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് സ്റ്റാർ ചെയ്ത് വെക്കണം. ഇതാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് എന്ത്, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു ഉണ്ടായത്, തനത് വ്യവസായം നിർത്തലാക്കി. അത് നമുക്കറിയാമല്ലോ. ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്താ, നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രീസ് ഒക്കെ അങ്ങ് അടച്ചു പൂട്ടി മൊത്തം അങ്ങ് സീല് വെച്ചു.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യനെ എക്സ്പോർട്ടർ ആക്കണം, റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്പോർട്ടർ ആക്കണം. നമ്മൾ ഇവിടെ നിന്ന് എന്താ കയറ്റുമതി ചെയ്തയക്കുന്നത് ബ്രിട്ടനിലേക്ക് മാത്രമാണ് കേട്ടോ റോ മെറ്റീരിയൽസ്. അവരുടെ അവിടുത്തെ പുതിയ ഇൻഡസ്ട്രീസ് ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, പുതിയ കുറേ ഇൻഡസ്ട്രീസ് വരുമല്ലോ. ആ ഇൻഡസ്ട്രീസിനൊക്കെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആകെ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ പുതിയ ഇൻഡസ്ട്രീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഗുഡ്സൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്ത് നമ്മുടെ നാട്ടിൽ വിൽക്കുക. ഇതായിരുന്നു സംഭവം എന്ന് പറയുന്നത്. സൂപ്പർ അല്ലേ? അപ്പോൾ നോക്കിയേ, ദ പ്രൈമറി മോട്ടീവ് ഓഫ് ദി കൊളോണിയൽ ഗവൺമെൻറ് ബിഹൈൻഡ് ദിസ് പോളിസി ഓഫ് സിസ്റ്റമാറ്റിക്കലി ഡീ ഇൻഡസ്ട്രിയലൈസിങ് ഇന്ത്യ വാസ് ടു ഫോൾഡ്. 2 ഒബ്ജക്റ്റീവ്സ് ആയിരുന്നുണ്ടായിരുന്നു. To reduce India to a mere status of mere exporter of important raw materials for the upcoming modern industries in Britain. സോ പറഞ്ഞ കാര്യം തന്നെ സപ്ലയർ ആക്കുക, സപ്ലൈയിങ് യൂണിറ്റിന് സപ്ലയർ ആക്കുക. ഓക്കെ, ഒരു സപ്ലൈയിങ് യൂണിറ്റ് ആക്കുക എന്തിൻ്റെ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള. എന്ന് നോക്കിയാൽ ടു ടേൺ ഇന്ത്യ ഇൻ എ സ്പ്രോളിംഗ് മാർക്കറ്റ് ഫോർ ദി ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഓഫ് ദോസ് ഇൻഡസ്ട്രീസ് സോ ദാറ്റ് ദെയർ കണ്ടിന്യൂഡ് എക്സ്പാൻഷൻ കുഡ് ബി എൻഷുർഡ് ടു ദി മാക്സിമം അഡ്വാൻറ്റേജ് ഓഫ് ദെയർ ഹോം കൺട്രി ബ്രിട്ടൻ. നമ്മൾ ആദ്യം കണ്ട ആ 2 ഒബ്ജക്റ്റീവ്സ് തന്നെ. ഇവിടെ നിന്ന് എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? അവിടെ ബ്രിട്ടനിൽ തുടങ്ങുന്ന പുതിയ ഇൻഡസ്ട്രീസിന് റോ മെറ്റീരിയൽസ് ആവശ്യമാണല്ലോ, അത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടറാക്കി മാറ്റുക നമ്മുടെ ഇന്ത്യയിൽ. ഇമ്പോർട്ട് ചെയ്യുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് അവർ ഇങ്ങോട്ട് കിട്ടും. അത്ര തന്നെ സംഭവം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അടിപൊളി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു? ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. പക്ഷേ പയ്യെ ഈ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിന് തകർച്ച സംഭവിച്ചു. എങ്ങനെയാണ് തകർച്ച സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അതൊക്കെ കരകൗശല വസ്തുക്കളാണല്ലോ. അപ്പോൾ കുറേ സമയമെടുത്തൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ബ്രിട്ടീഷുകാർ ഇതിലും വില കുറഞ്ഞ് സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിന് ഡിക്ലൈൻ സംഭവിച്ചു, തകർച്ച സംഭവിച്ചു. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, മാസീവ് അൺഎംപ്ലോയ്മെൻറ്റ് വന്നു. അതേപോലെ പുതിയ ഡിമാൻഡ് വന്നു. ഇന്ത്യൻ കൺസ്യൂമർ മാർക്കറ്റിൽ ബ്രിട്ടൻ പ്രൊഡക്ട്സിന് ഡിമാൻഡ് കൂടി. കാരണം ചീപ്പർ പ്രൊഡക്ട്സ് ബ്രിട്ടൻകാർ കൊണ്ടുവരുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സ് നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ മേടിക്കുന്നതെന്ന് ആൾക്കൊരു തോന്നൽ വന്നു തുടങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ 19th സെഞ്ച്വറിയുടെ പകുതിയായപ്പോൾ, 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പം പയ്യെ കുറച്ച് ഇൻഡസ്ട്രീസ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വന്നതാണ് നമ്മുടെ കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസ്. ഒന്ന് എവിടെയാണ്? കോട്ടൺ ടെക്സ്റ്റൈൽസ് നമ്മുടെ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്തിലും ജൂട്ട് ടെക്സ്റ്റൈൽസ് നമ്മുടെ ബംഗാളിലുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കോട്ടൺ ടെക്സ്റ്റൈൽസിൻ്റെ മൊത്തം നേതൃത്വം ഇന്ത്യൻസിനായിരുന്നു. പക്ഷേ നമ്മുടെ ജൂട്ട് ടെക്സ്റ്റൈൽസിൻ്റെ മൊത്തം ഇത് ഫോറിനേഴ്സ്, ബ്രിട്ടൻ ആൾക്കാരുടെ കയ്യിലായിരുന്നു മൊത്തം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പയ്യെ കുറേ ഇൻഡസ്ട്രീസ് വന്നു. നമ്മുടെ ടിസ്കോ പോലത്തെ ഇൻഡസ്ട്രീസ് വന്നു, നമ്മുടെ ഷുഗർ ഇൻഡസ്ട്രി വന്നു, സെമൻറ്റ് ഇൻഡസ്ട്രി വന്നു, അതേപോലെ പേപ്പർ ഇൻഡസ്ട്രി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു. പക്ഷേ ഈ ഇൻഡസ്ട്രീസൊക്കെ വന്നെങ്കിൽ കൂടിയും ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് വരാൻ ആര് സമ്മതിച്ചില്ല? ബ്രിട്ടൻകാർ സമ്മതിച്ചില്ല. ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി വരാൻ അവർ സമ്മതിച്ചില്ല. കാരണം ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഷുഗർ ഇൻഡസ്ട്രി എടുത്തു, അവിടെ നമ്മൾ ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെ വേണം. ആ മെഷീൻസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി. അതിവിടെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു വന്നു ഇല്ല, അവർക്കത് ദോഷകരം വന്നു, അവർക്ക് മനസ്സിലായി. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. നോക്കി, നമ്മുടെ ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വന്നു, ഷുഗർ ഇൻഡസ്ട്രി വന്നു, സെമൻറ്റ് വന്നു, പേപ്പർ വന്നു. പക്ഷേ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ സെക്ടറിൽ എന്താ സംഭവിച്ചത്? സ്റ്റാഗ്നൻ്റ് ആയിരുന്നു. ഇൻഡസ്ട്രിയൽ സെക്ടറിലോ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി വരാൻ സമ്മതിച്ചില്ല. ആൻഡ് അടുത്താണ് എന്തെന്ന് പറയുന്നത്? ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോറിൻ ട്രേഡ് നമ്മൾ പണ്ട് തൊട്ടേ കില്ലാടികളായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ബ്രിട്ടീഷുകാർ വന്ന് കുറേ പോളിസീസും കുറേ താരിഫ്സും കോട്ടാസും കാര്യങ്ങളൊക്കെ അങ്ങ് വെച്ച് മൊത്തം നശിപ്പിച്ചു. നോക്കിയേ, കുറേ റെസ്ട്രിക്റ്റീവ് പോളിസീസൊക്കെ വന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിൻ്റെ വോളിയം ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവർ പറയുന്ന കാര്യം മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സംഭവം വന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഇന്ത്യയുടെ പകുതി ഫോറിൻ ട്രേഡ് ഇവരുടെ കയ്യില്ല. അങ്ങനെ ഇരിക്കെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സ്യൂവസ് കനാൽ വന്നു. സ്യൂവസ് കനാൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്ക് നേരത്തെ നമ്മുടെ മുംബൈയിൽ നിന്ന് ലണ്ടനിൽ എത്തണമെങ്കിൽ നമ്മൾ ഇത്രയും കറങ്ങണമായിരുന്നു, ഈ ഒരു ചുറ്റിക്കറക്കം ഉണ്ടായിരുന്നു. പക്ഷേ സ്യൂവസ് കനാൽ വന്നതോടെ എന്താ സംഭവിച്ചത്? നേരെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അപ്പോൾ നോക്കിയേ, പകുതിയിൽ കൂടുതൽ ആരുടെ കയ്യിലായി? ബ്രിട്ടൻ്റെ കയ്യിലായി മൊത്തം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കി പണ്ട് നോക്കിയേ, മോർ ദാൻ ഹാഫ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് വാസ് റെസ്ട്രിക്റ്റഡ് ടു ബ്രിട്ടൻ വൈൽ ദ റെസ്റ്റ് വാസ് അലൗഡ് വിത്ത് എ ഫ്യൂ അതർ കൺട്രീസ് ലൈക്ക് ചൈന, സിലോൺ ആൻഡ് പേർഷ്യ. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ എങ്കിലും മൊത്തം ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു. ദ ഓപ്പണിംഗ് ഓഫ് സ്യൂവസ് കനാൽ ഫർദർ ഇൻറ്റൻസിഫൈഡ് ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് എന്നാണ്. അപ്പോൾ സ്യൂവസ് കനാൽ വന്നതോടെ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് മൊത്തം ആരുടെ കയ്യിലായി? ബ്രിട്ടൻ്റെ കയ്യിലായി. അപ്പോൾ നമ്മൾ ഈ ഫോറിൻ ട്രേഡ് നമ്മൾ പണ്ടേ കില്ലാടികളാണ് ഫോറിൻ ട്രേഡ് നമുക്കറിയാം. അപ്പോൾ ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്, അതായത് ഒരുപാട് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങി. നോക്കി, ഇന്ത്യ വിറ്റ്നസ് ഹ്യൂജ് എക്സ്പോർട്ട് സർപ്ലസ്, അല്ലേ? കുറേ സർപ്ലസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് എന്നാണ് കേട്ടോ. ഒരുപാട് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നിങ്ങൾ എക്സാമിന് ചോദിക്കും
വാട്ട് ആർ ദ വിച്ച് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ എഴുതണ്ടേ? ഹ്യൂജ് എക്സ്പോർട്ട് സർപ്ലസ് എന്ന് എഴുതുക. മാർക്ക് എഴുതുക കേട്ടോ. ഹ്യൂജ് എക്സ്പോർട്ട് സർപ്ലസ്. ഇങ്ങനെ ഒരു മാർക്ക് തന്നിട്ട് ഇങ്ങനെ ഓപ്ഷൻ ABCD തരും. അപ്പം ഹ്യൂജ് എക്സ്പോർട്ട് സർപ്ലസ് ആണ് കേട്ടോ, മാർക്ക് എഴുതുക. പക്ഷേ ഇതൊന്നും നമ്മുടെ ഇന്ത്യക്ക് ബെനിഫിറ്റ് ചെയ്തില്ല. ഇതൊക്കെ ആർക്കാണ് ബെനിഫിറ്റ് ചെയ്തത്? ഇതൊക്കെ ബ്രിട്ടീഷുകാർ അവരുടെ എക്സ്പെൻസ്, അവർക്ക് വരുന്ന ചിലവുകളൊക്കെ നികത്താൻ വേണ്ടിയാണ് ഇവരിതെടുത്തത്. നമ്മൾ നോക്കിയേ, ഇങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടിയെങ്കിലും നമ്മുടെ നാട്ടിൽ പല സാധനങ്ങളും നമുക്ക് ഇല്ലായിരുന്നു. നോക്കിയേ, ഫുഡ്, ഭക്ഷണത്തിന് ക്ഷാമം വന്നു, വസ്ത്രങ്ങൾക്ക് ക്ഷാമം വന്നു, ക്ലോത്തിന് വന്നു, കെറോസിൻ, മണ്ണെണ്ണയ്ക്കൊക്കെ വന്നു. ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? അവരുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പോർട്ട്സ്, നമ്മുടെ സർപ്ലസ്, നമ്മുടെ പ്രോഫിറ്റ് അവർ യൂസ് ചെയ്തത്. അങ്ങനെ നോക്കി എന്തൊക്കെ കാര്യത്തിന് അവർ ഉപയോഗിച്ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ബ്രിട്ടനിൽ ഏതോ ഒരു പുതിയൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് അവർ മീറ്റ് ചെയ്തു. അതേപോലെ അവരൊക്കെ വാറിനൊക്കെ പോയി, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയം ആ വാറിലെ എക്സ്പെൻസ് അവർ മീറ്റ് ചെയ്തു. അതേപോലെ ഇൻവെസ്റ്റബിൾ ഐറ്റംസ്, നമ്മുടെ പെൻഷനും ഇൻഷുറൻസും ടാക്സും ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്തത്? നമ്മുടെ എക്സ്പോർട്ട് സർപ്ലസിൽ നിന്നാണ് ഇവർ പൈസ മൊത്തം എടുത്തത്. അപ്പോൾ അതും പോയി, ആ ഒരു സ്കോപ്പും പോയി. ഇനി നമ്മൾ നോക്കുന്നതാണ് എന്ത്? ഡെമോഗ്രഫിക് കണ്ടീഷൻ. നമ്മുടെ ഇന്ത്യയിലെ ആളുകളുടെ അവസ്ഥ, ആ ഇന്ത്യയിലെ ആളുകൾ എപ്പോഴാണ് മരിച്ചുകൊണ്ടിരുന്നത്, എപ്പോഴാണ് ജനിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ ഡെമോഗ്രഫിക് കണ്ടീഷൻ നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ 1881 ആദ്യമായിട്ട് സെൻസസ് നടത്തി. 1881 ആദ്യമായിട്ട് സെൻസസ് നടത്തി. അങ്ങനെ സെൻസസ് നടത്തിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ പീരീഡിലായിരുന്നു. എപ്പോഴാണ്? 1921 വരെ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ബിഫോർ 1921 നമ്മൾ ഫസ്റ്റ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ സ്റ്റേജിലായിരുന്നു. അപ്പോൾ ബർത്ത് റേറ്റും കൂടുതലാണ്, അതേപോലെ ഡെത്ത് റേറ്റും കൂടുതലാണ്. മരിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്, അതേപോലെ നമ്മുടെ ജനിക്കുന്നവരുടെ എണ്ണവും കൂടുതലായിരുന്നു. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് എത്തി എപ്പോഴാണ്? ആഫ്റ്റർ 1921 എന്തെന്ന് പറയുന്നത്? നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ബർത്ത് റേറ്റ് കൂടുതലാണ്, പക്ഷേ ഡെത്ത് റേറ്റ് നന്നായിട്ട് കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അപ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും കാര്യങ്ങളും കുറേ നമ്മുടെ ഹെൽത്തിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ പയ്യെ വന്നു തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നോക്കിയേ, പണ്ട് നമ്മുടെ ഓവറോൾ ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 16% ഉള്ളായിരുന്നു പുരുഷന്മാരിൽ, മെന്നിൽ. ആൻഡ് ഫീമെയിൽ നോക്കുമ്പോൾ 7%, വെറും 7% മാത്രമായിരുന്നു. ആൻഡ് നമ്മൾ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പേ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ഒരാൾ ജീവിക്കുന്ന ഇതെന്ന് പറയുന്നത് 32 വയസ്സ് വരെ മാത്രമേ ജീവിക്കുന്നുള്ളൂ. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താ സംഭവിച്ചത്? 69 വയസ്സ് വരെ ആളുകൾ ജീവിക്കുന്നുണ്ടായിരുന്നു. മോർട്ടാലിറ്റി റേറ്റ്, അതായത് ആളുകൾ മരിക്കുന്നതിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാണെന്നാണ് പറഞ്ഞത്. അതേപോലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ശിശുക്കൾ, നവജാത ശിശുക്കൾ എന്ന് പറയുന്നത് 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ മരണനിരക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1218 കുഞ്ഞുങ്ങൾ മരിക്കായിരുന്നു. പക്ഷേ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ 1033 കുഞ്ഞുങ്ങൾ മാത്രമാണ് മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ നമ്മൾ കണ്ടു. ഡെമോഗ്രഫിക് കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 1881 നമ്മൾ സെൻസസ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ പീരീഡിലൂടെയാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ആൻഡ് അടുത്താണ് എന്തെന്ന് പറയുന്നത്? ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ നമുക്ക് 3 സെക്ടേഴ്സാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലുള്ളത്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. ഈ പ്രൈമറിയിൽ വരുന്നതാണ് നമ്മുടെ അഗ്രികൾച്ചറും അലൈഡ് ആക്ടിവിറ്റീസും. അഗ്രികൾച്ചർ, മൈനിങ്, ക്വാറിങ്, ഫിഷിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ് നമ്മുടെ മാനുഫാക്ചറിങ്, ഇൻഡസ്ട്രീസ്, ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് നമ്മുടെ സെക്കൻഡറി സെക്ടർ. ടെറിഷറി സെക്ടറിൻ്റെ മറ്റൊരു പേരാണ് സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. സർവീസ് സെക്ടർ എല്ലാ സർവീസസും, ടീച്ചർ, നേഴ്സ്, ലോയർ, ഇതൊക്കെ ഇതിൽ വരും. അതേപോലെ ട്രേഡ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ. ഇന്ത്യൻ എക്കോണമിയിൽ നമ്മുടെ ഒക്യുപ്പേഷണൽ സ്ട്രക്ചറാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എത്ര ആളുകൾ, 100-ൽ നമ്മളിപ്പോൾ 100-ൽ എത്ര പേര് നമ്മുടെ പ്രൈമറി സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ടെറിഷറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ 70 തൊട്ട് 75% ആളുകൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? 100 പേരെടുത്താൽ അതിൽ 70 അല്ലെങ്കിൽ 75 ആൾക്കാർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ പ്രൈമറി സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ സെക്കൻഡറി സെക്ടർ നോക്കുകയാണെങ്കിലോ വെറും 10% ആൾക്കാർ മാത്രമാണ് സെക്കൻഡറി സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. സർവീസ് സെക്ടർ നോക്കിയാലോ 15 തൊട്ട് 20% വരെ ആളുകളാണ് സെക്കൻഡറി സെക്ടർ, നമ്മുടെ ടെറിഷറി സെക്ടർ അഥവാ സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ നോക്കുമ്പോൾ മദ്രാസ് പ്രസിഡൻസി ആണ്, ബോംബെ, ബംഗാൾ. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾ കൃഷിയിൽ നിന്ന് മാറി എങ്ങോട്ട് പോയി? ആദ്യം മാനുഫാക്ചറിങ്ങിലോട്ട് പോയി, പിന്നെന്താ സർവീസസിലോട്ട് പോയി. അഗ്രികൾച്ചറിൽ നിന്ന് ആൾക്കാർ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അഗ്രികൾച്ചറിൽ നിന്ന് ആൾക്കാർ മാനുഫാക്ചറിങ്ങിലോട്ടും അതേപോലെ സർവീസസിലോട്ടും അഗ്രികൾച്ചറിൽ നിന്ന് ആൾക്കാർ ഷിഫ്റ്റ് ചെയ്തു. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? പ്രൈമറി സെക്ടറിൽ നിന്ന് സെക്കൻഡറി സെക്ടറിലോട്ടും ടെറിഷറി സെക്ടറിലോട്ടും ആൾക്കാർ ഷിഫ്റ്റ് ചെയ്തെന്ന് കാണാൻ സാധിച്ചു. പക്ഷേ പഞ്ചാബ്, ഒറീസ, രാജസ്ഥാനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കൃഷി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വർദ്ധിച്ചു വന്നു എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ചാപ്റ്റർ ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ.
ഇവിടെയാണ് പിന്നെയും ബ്രിട്ടീഷ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അവർ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ എങ്കിലും എന്താ നമ്മുടെ ഇന്ത്യൻ ഡെവലപ്മെന്റിനും അത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കിയേ, അണ്ടർ ദ കൊളോണിയൽ റെജിം ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് നോക്കിയേ, റെയിൽവേസ്, പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റ്, ടെലഗ്രാഫ്, റോഡ്സ് ഒക്കെ വന്നു. നോക്കിയേ, റെയിൽപാത വന്നു, റോഡുകൾ വന്നു, തുറമുഖങ്ങൾ വന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു. പക്ഷേ ഇതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടി ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അവർക്ക് എന്തിനു വേണ്ടിയാണ് ചെയ്തത്? കൊളോണിയൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് കേട്ടോ. ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് എന്ന് തന്നെയാണ് കൊളോണിയൽ ഇൻട്രസ്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ഫുൾ കാര്യങ്ങൾ അവർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് അവർ കൊണ്ടുവന്നാണ് എന്ത്? റോഡുകൾ കൊണ്ടുവന്നു. റോഡുകൾ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ മിലിറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു അടിയന്തര അവസ്ഥ വരികയാണെങ്കിൽ അവർക്കൊക്കെ പോകാനും വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് റോഡുകൾ കൊണ്ടുവന്നത്. ഓക്കെ, അവരുടെ മൊബിലിറ്റിക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മളെ എന്തായിട്ട് അവർ കാണുന്നത്? ഒരു സപ്ലൈയിങ് യൂണിറ്റ് മാത്രമായിട്ടാണ് കാണുന്നത്. റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള സപ്ലൈയിങ് യൂണിറ്റ്സ്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് വേഗം എവിടെ എത്തണം? ഒന്നെങ്കിൽ പോർട്ടുകളിൽ, തുറമുഖങ്ങളിൽ എത്തണം, അല്ലെങ്കിൽ എവിടെ എത്തണം? റെയിൽവേ സ്റ്റേഷൻസ് അല്ലേ, നമ്മുടെ റെയിൽവേ സംഭവത്തിൽ എത്തണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് റോഡുകൾ കൊണ്ടുവന്നത്. പക്ഷേ ഇത് കൊണ്ടുവന്ന് നിൽക്കുന്നത് മെയിനായിട്ട് സിറ്റികളിൽ മാത്രമാണ്. നമ്മുടെ റൂറൽ ഏരിയാസിലൊന്നും ഈ റോഡുകളില്ല. അപ്പോൾ റൂറൽ ഏരിയാസിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ്, ഫ്ലഡും നമ്മുടെ വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നട്ടം തിരിയും. അതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ദ റോഡ് ദാറ്റ് വെർ ബിൽറ്റ് ഫോർ ദി പേർപ്പസ് ഓഫ് മൊബിലൈസിങ് ദ ആർമി വിത്തിൻ ദി ഇന്ത്യയിലെ ആർമി മൊബിലൈസ് ചെയ്യാനും, അതേപോലെ തന്നെ എന്താണ്, drawing out raw materials from the countryside to the nearest railway station or port to send this to far England or other lucrative foreign destinations. പറഞ്ഞ സെയിം കാര്യം തന്നെ. പക്ഷേ എന്താ സംഭവിച്ചത്? നമ്മുടെ ഓൾ വെതർ ഗുഡ് കണക്ടിവിറ്റി റോഡില്ലായിരുന്നു. എല്ലാ കാലാവസ്ഥ വരുമ്പോൾ, അതായത് ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നാലും, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഉരുൾപൊട്ടൽ വന്നാലും ഒക്കെ നല്ല റോഡുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മുടെ റൂറൽ ഏരിയാസിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ അവിടെ എന്തെങ്കിലും വെള്ളപ്പൊക്കമോ ദുരന്തമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അനുഭവിക്കുമെന്നാണ്. നോക്കിയേ, ഡ്യൂറിങ് നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് ഫാമൈൻസ് എന്നാണ് പറയുന്നത്. പിന്നെ വന്നു 1815 ആയപ്പോൾ റെയിൽവേസ് വന്നു. റെയിൽവേസ് എന്തായാലും നല്ലതാണ് കേട്ടോ, ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ബ്രിട്ടീഷുകാർ എന്തൊക്കെ കൊണ്ടുവന്നു അതിൽ ഏറ്റവും സക്സസ്ഫുൾ ആണ് എന്തെന്ന് പറഞ്ഞാൽ റെയിൽവേസ് വന്നത്. അപ്പോൾ ഈ റെയിൽവേസ് വന്നത് കാരണം നമുക്ക് മെയിനായിട്ട് 2 സംഭവമാണ് ഉണ്ടായത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ എക്കോണമി 2 രീതിയിലാണ് അഫക്റ്റ് ചെയ്തു. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ 28 സ്റ്റേറ്റ്സിനും വെവ്വേറെ കൾച്ചറാണ്, വെവ്വേറെ ഭാഷകളാണ് സംസാരിക്കുന്നത്, വെവ്വേറെ ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓരോരോ കൾച്ചറൽ ബാരിയേഴ്സും, അല്ലെങ്കിൽ നമുക്ക് അത്രയും ദൂരം പോകാൻ അല്ലേ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ നമുക്ക് നല്ല ദൂരം ഉണ്ടല്ലേ. അപ്പോൾ നമുക്കത് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ജോഗ്രഫിക്കൽ ബാരിയേഴ്സ്, അതായത് നമുക്ക് ദൂരയാത്രയ്ക്കുള്ള ആ സംഭവങ്ങൾ കുറഞ്ഞു, അതേപോലെ കൾച്ചറൽ ബാരിയേഴ്സൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. നോക്കിയേ, ഇറ്റ് എനേബിൾ പീപ്പിൾ ടു അണ്ടർടേക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ. ദൂരദേശത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു എന്ന് നോക്കിയേ. ജോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ് നമുക്ക് ബ്രേക്ക് ചെയ്യാനും സാധിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് മറ്റൊരു സംഭവമാണ്, ഇത് നല്ല രീതിയിലാണ് എഫക്റ്റ് ചെയ്തത്. നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഭയങ്കരമായിട്ട് കൂടി അല്ലേ. നമ്മൾ പറഞ്ഞു നമ്മൾ ഫുഡ് ക്രോപ്സിൽ നിന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതാണ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇത് ആരെ അഫക്റ്റ് ചെയ്തത്? നമ്മുടെ ഇന്ത്യയിലെ ഫാമേഴ്സിനെയാണ് അഫക്റ്റ് ചെയ്തത്. കാരണം വില്ലേജസ് ഓഫ് ഇന്ത്യനെയാണ് അഫക്റ്റ് ചെയ്തത്. കാരണം അവർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് കൾട്ടിവേറ്റ് ചെയ്ത് ഭക്ഷിക്കുന്നവരായിരുന്നു അല്ലേ. പക്ഷേ ഈ കമേഴ്ഷ്യലൈസേഷൻ വന്നതോടെ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന എന്തിനായിപ്പോയി? ക്യാഷ് ക്രോപ്സ്, ഇതൊക്കെ കൊണ്ട് മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി മാത്രമായിപ്പോയി. അതൊരു സംഭവമാണ്. ഓക്കെ, അതാണ് സംഭവം എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ വാട്ടർ, നമ്മുടെ പോർട്ട്സും അതേപോലെ തുറമുഖങ്ങൾ, സീ ലൈൻസും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഇതൊന്നും അത്ര സക്സസ്ഫുൾ ആയില്ല. നമ്മുടെ ഈ റെയിൽവേ പോലെ അത്ര സക്സസ്ഫുള്ളും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ നമ്മൾ ഇലക്ട്രിക് ടെലഗ്രാഫും അതേപോലെ പോസ്റ്റൽ സർവീസസും ഒക്കെ തുടങ്ങി എന്നാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇത്രയേ ഉള്ളൊരു ചാപ്റ്ററിൽ നമ്മൾ ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ കണ്ടു, സ്റ്റാഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഡീഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് അവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് ഫോറിൻ ട്രേഡ് കണ്ടില്ല. ഫോറിൻ ട്രേഡ് നമുക്കറിയാം പകുതിയിൽ കൂടുതൽ ആരുടെ കയ്യിലായിരുന്നു? സുയസ് കനാൽ തുറന്നതോടെ അതും ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു. ബ്രിട്ടൻ നമുക്കുണ്ടായ ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്, നല്ല പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആ പ്രോഫിറ്റ് അവരുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ എടുത്തുകൊണ്ടത്. പിന്നെ നമ്മൾ ഡെമോഗ്രഫിക് കണ്ടീഷൻസ് കണ്ടു അല്ലേ. 1881 നമ്മൾ സർവേ തുടങ്ങി. പല ഡെമോഗ്രഫിക് ട്രാൻസിഷനിലൂടെ നമ്മുടെ ഇന്ത്യ നീങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു. ബിഫോർ 1921 ആണെങ്കിൽ ബർത്ത് റേറ്റും കൂടുതലാണ്, ഡെത്ത് റേറ്റും കൂടുതലാണ്. ആഫ്റ്റർ 1921 ആണെങ്കിൽ ബർത്ത് റേറ്റ് കൂടുതലാണ്, പക്ഷേ ഡെത്ത് റേറ്റ് കുറഞ്ഞു വന്ന് നമുക്ക് കണ്ടു. പിന്നെ നമ്മൾ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ കണ്ടു. പ്രൈമറി സെക്ടറിലാണ് ഏറ്റവും കൂടുതലെന്ന് കണ്ടു. 70 to 75,
നമ്മൾ സെക്കൻഡറി സെക്ടറിൽ വെറും 10% ഉള്ളൂ. ആൻഡ് സർവീസ് സെക്ടർ നോക്കുകയാണെങ്കിൽ 15 to 20% അവിടെയാണ്. ആൻഡ് ലാസ്റ്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ റോഡുകൾ വന്നു, റെയിൽവേസ് വന്നു, പോർട്സ് വന്നു, ഇലക്ട്രിക് ടെലഗ്രാഫ് വന്നു, പോസ്റ്റൽ സർവീസ് വന്നു, സീ ലൈൻസ് വന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ, റെയിൽവേസും കാര്യങ്ങളൊക്കെ വന്നു. ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഏകദേശം 3 മാർക്സിന് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണിത്. 3 മാർക്സ് വരെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. കാരണം നമുക്ക് ഈ 3 മാർക്സ് വെറുതെ കളയാൻ പറ്റില്ല. നമ്മൾ ഫുൾ A+, അല്ലെങ്കിൽ നമ്മുടെ A+, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ മാർക്സ് നിശ്ചയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന്. ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അപ്പോൾ ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് മിസ് ഉടനെ വരുന്നതായിരിക്കും.